SBIയുടെ സിൽവർ ETF ഫണ്ടിനെ പറ്റി നമുക്ക് നോക്കാം. SBIയുടെ ഇതെന്താണ്? ഇത് ആകെ ഒരു ഗ്ലോബൽ സിൽവർ മാർക്കറ്റ്. ഇതിനകത്ത് ഈക്വിറ്റി ഉണ്ടോ? ഒന്നുമില്ല. ആകെ ഫോളോ ചെയ്യുന്ന ഈ ഫണ്ട് ഫോളോ ചെയ്യുന്ന ഏതിനെയാണ്? സിൽവർ എന്ന് പറയുന്ന ഒരൊറ്റ കമ്മോഡിറ്റിയെ മാത്രം ഫോളോ ചെയ്യുന്ന ഫണ്ടാണ്. അപ്പോൾ ഓടിച്ച് നോക്കിയാൽ നോക്കൂ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ലോഞ്ച് ഡേറ്റ് 2024, റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. 2 years ഹാർഡ്ലി ആയിട്ടേ ഉള്ളൂ. കോർപ്പസ് എത്ര? 4200 കോടി. വീക്ക് ഹൈ ലോ, പിന്നെ എക്സിറ്റ് ലോഡ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇത് വെറും 15 ദിവസത്തെ എക്സിറ്റ് ലോഡേ ഉള്ളൂ. 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1% കൊടുക്കേണ്ടതില്ല. ദെൻ എക്സ്പെൻസ് റേഷ്യോ നോക്ക് 0.64% ഉള്ളൂ. കാരണം കൂടുതലായിട്ട് ഇതിനകത്ത് മാനേജബിൾ ജോബ് ഒന്നും ഇല്ലല്ലോ. ഇത് എടുക്കുക, സിൽവറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഫണ്ടിനെ കൊണ്ട്. അതുകൊണ്ട് ഫണ്ട് മാനേജറിനും വലിയ റോൾ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ കാണിക്കുന്നത്. ദെൻ കാറ്റഗറി നോക്കൂ, കമ്മോഡിറ്റി ഉണ്ടോ? കാറ്റഗറി ഏതാ? ഈക്വിറ്റി അല്ല, കമ്മോഡിറ്റി ഗോസ് ടു സിൽവർ. ഇനി അടുത്ത ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഏതാ? സിൽവർ ഇൻഡെക്സ്. സിൽവറിനെ മാത്രം ഫോളോ ചെയ്യുന്നു, വേറെ ഒരു സ്റ്റോക്കിനെയും ഫോളോ ചെയ്യേണ്ട, സിൽവർ മാത്രമേ ഉള്ളൂ. ദെൻ ഓപ്പൺ എൻഡഡ് ആണ്. ഫണ്ട് മാനേജർ വിരാൽ ചദ്ദ, ദാറ്റ് പേഴ്സൺ. ആൽഫ ഇല്ല, ബിക്കോസ് ആൽഫ നോക്കേണ്ട കാര്യമില്ല. കാരണം ഫണ്ട് മാനേജറിന് റോളൊന്നും ഇല്ല, ഷാർപ്പ് റേഷ്യോ റോളില്ല, ഒന്നിനും റോളില്ല. അതുകൊണ്ട് അവിടെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടതാണ് ഗ്ലോബൽ സിൽവർ മാർക്കറ്റിനെയാണ്, ഗ്ലോബൽ മാർക്കറ്റിനെയാണ് നോക്കേണ്ടത്. അല്ല NCXനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു സിൽവറിൻ്റെ ഫ്യൂച്ചേഴ്സ് വാല്യൂ അല്ല നോക്കേണ്ടത്. ഗ്ലോബൽ സിൽവർ മാർക്കറ്റ്, ഗ്ലോബലിൽ ഡോളർ ബേസിസിൽ എന്ത് വില കൂടുന്നുണ്ടോ കുറയുന്നു. കഴിഞ്ഞ 2 മാസം മുന്നേ, 1.5 മാസം മുന്നേ ഹയസ്റ്റ് പീക്കിൽ പോയി തിരിച്ച് ലോവസ്റ്റ് വന്ന് വീണ്ടും ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്നുണ്ടോ? സോ ദിസ് ഈസ്, ഈ ഒരു നോക്കിയാൽ അറിയാം. ഇതെന്ത് മൂവ് ചെയ്യുന്നു അതേമാതിരി തന്നെയായിരിക്കും ഈ സ്കീം മൂവ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണ്? നമ്മൾ സിൽവറിന് കൂടുതൽ വില കൊടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കമ്മോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇക്വിറ്റി ആയിട്ട് വാങ്ങി വയ്ക്കാൻ പറ്റത്തില്ല. പകരം നിങ്ങൾ ഇത്തരം മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സിൽവർ വാങ്ങി വെക്കുന്നതിന് തുല്യം തന്നെയാണ്. ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡിന് തുല്യം തന്നെയാണ്. സോ അതേമാതിരിയാണ് ഇത്തരം ഫണ്ടുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ ഇതിന് കോമ്പോസിഷൻസ് ഒന്നും ഇല്ല. നമുക്ക് ഡെപ്റ്റ് ഫണ്ടിലും പോലും ഒന്നുമില്ല. ആകെ 100% അതർ. വെരി ഹൈ റിസ്ക് ആണ്, ബിക്കോസ് കമ്മോഡിറ്റി മാർക്കറ്റ് ഓൾവേസ് അങ്ങനെ തന്നെ. പക്ഷേ ഫോർ ലോങ് ടേം ക്യാപ് സിൽവറിന് നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 മാസം കഴിയുമ്പോൾ എനിക്ക് വലിയ റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ കൂടുതൽ കിട്ടണം, അതൊന്നും പ്രതീക്ഷിക്കരുത്. ഫോർ എ ലോങ്ങർ പീരിയഡ് definitely the return will be higher. So the risk, that is why it shows very risk, volatility ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.